നല്ല ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയതാണ് ബദാം മിൽക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ബദാം മിൽക്ക് ഞാൻ ഇന്ന് ചെയ്യുന്നത് 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബദാം ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ച് വെള്ളം ചൂടാക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു. ഈ ചൂടുവെള്ളം ഇതിനെ പുറത്തേക്ക് ഒഴിക്കുക. ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നെല്ലാം സോഫ്റ്റ് ആവും. നമുക്കത് പീൽ ചെയ്തെടുക്കണം. ഇതിന് പകരം വെള്ളം തിളപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മൈക്രോയിൽ 2 മിനിറ്റ് വെച്ചാലും മതി. അപ്പോഴും ഇതേപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും. 10 മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്തു. ഇത് ഓരോന്നും എൻ്റെ സ്കിന്നിന് ഇളക്കിയെടുക്കും. സ്കിൻ ഇങ്ങനെ ഈസി ആയിട്ട് ഇളകി വരും. അത് ഓരോന്നും ഇളക്കിയെടുക്കുക. ഇതേപോലെ ഇതെല്ലാം ഇളക്കിയെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ഒരു 1/4 കപ്പ് ബദാമാണ്. ഏകദേശം 30 എണ്ണം ഉണ്ടാവും. മൊത്തം ഇതേപോലെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കുക. ഇവിടെ ബദാമിൻ്റെ സ്കിന്നെല്ലാം പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പാല് നന്നായിട്ട് കാച്ചിയെടുക്കണം. 1/2 ലിറ്റർ പാലാണ് ഈ അളവിന് ഉപയോഗിക്കുന്ന റെസിപ്പിക്ക്. പാല് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന ബദാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/4 കപ്പ് ബദാമാണ്. ആദ്യം ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂട് പാലൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ പൗഡർ ചെയ്തു. ഇനിയും ഇതിൽ നിന്ന് കുറച്ച് പാൽ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കും. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇപ്പം പാല് നന്നായിട്ട് തിളച്ചു. ഇനി തീ കുറച്ചൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്യുക. നമുക്ക് പാലിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുക്കാനായിട്ടാണ്. 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് സാഫ്രൺ ചേർക്കാം. കുങ്കുമപ്പൂ ഒരു നുള്ള്. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ചേർക്കാം. കുറച്ച് പാലൊഴിച്ച് ബാക്കി കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് ചേർക്കുക. ഇനി നമ്മുടെ ആ സാഫ്രൺ അല്ലെ കുങ്കുമപ്പൂവിൻ്റെ കളർ ഇതിനകത്തേക്ക് ഇറങ്ങണം. പ്ലസ് നമുക്ക് ബദാമിൻ്റെ നല്ല ഫ്ലേവർ, ബദാമിൻ്റെ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ ഈ പാലിലേക്ക് ആവണം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു മണമുണ്ട്. ഇപ്പം തന്നെ നല്ല ബദാമിൻ്റെ നല്ലൊരു മണമുണ്ട്. പ്ലസ് അതിന് നല്ലൊരു കളറുമായിട്ടുണ്ട്. ലൈറ്റ് ഒരു യെല്ലോ കളറായിട്ടുണ്ട്. ഇരിക്കും തോറും ഇതിൻ്റെ കളർ ഡീപ്പായി വരും. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2 തൊട്ട് 2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. നല്ല മധുരം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർക്കാം. ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ അധികം കുക്കിംഗ് ഇല്ല. ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആയാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മളിതിനകത്ത് കാർഡമം പൗഡർ ചേർക്കും. ഓക്കെ, ഷുഗർ ഡിസോൾവ് ആയി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ, ചെറിയ നുള്ള ഉപ്പും കൂടെ ചേർക്കാം. വളരെ ചെറിയ പിഞ്ച്. ഇപ്പോൾ ബദാം മിൽക്ക് 2 തരത്തിലും സെർവ് ചെയ്യും. ഒന്ന് ചൂടായിട്ട് സെർവ് ചെയ്യാം. തണുപ്പുള്ള സമയത്തൊക്കെയാണ് ചൂടായിട്ട് സെർവ് ചെയ്യാം. നല്ല ചൂടുള്ള സമയത്ത് ചില്ല് ചെയ്തും സെർവ് ചെയ്യാം. 2 രീതിയിലും കുടിക്കാൻ പറ്റുന്നതാണ് ബദാം മിൽക്ക്. ബദാം മിൽക്ക് അത്യാവശ്യം കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസസിലേക്ക് ഒഴിക്കാം.
ഈ ബദാം മിൽക്ക് ചില്ലി ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിക്കാവും, ഇതിലും തിക്കാവും, ഇതിൻ്റെ കളറോട് ഇച്ചിരി ഡീപ്പാവുകയും ചെയ്യും. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ബദാമും കുറച്ച് സാഫ്രണും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ ബദാം മിൽക്ക് നിങ്ങൾക്ക് ചൂടോടെയും സെർവ് ചെയ്യാം, ചില്ല് ചെയ്തും സെർവ് ചെയ്യാം. രണ്ടും നല്ല രുചിയാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.